പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിലെ എക്സാം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തിരിക്കുവായിരുന്നില്ലേ? തുടങ്ങിയിട്ടേ ഉണ്ടെന്ന് തോന്നുന്നുള്ളൂ. 2024 നമ്മൾ ചെയ്തു. ഇനി 2023 കുറെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, 2023 ഇംപ്രൂവ്മെന്റ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എളുപ്പമാണ്, അതായത് ഫോർമുല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ NCR is equal to ഡാഷ്. NCRന്റെ ഫോർമുല നിങ്ങൾക്ക് അറിയാലോ. എങ്ങനെയാണ്? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. ഫോർമുല വൈസ് ഇത് നിങ്ങൾ കാണാതെ പഠിച്ചോളൂ, നമുക്ക് കണക്കുകൾക്ക് ആവശ്യമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഫൈൻഡ് n. ക്വസ്റ്റ്യൻ ഫൈൻഡ് n if n minus 1 p3 is to n p4 is equal to 1 is to 9 എന്ന് കണ്ടുപിടിക്കാം. എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം, എന്താ വെച്ചാൽ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. സോ ഈസ് ടു എന്നുള്ളത് നമുക്ക് ഡിവൈഡ് ബൈ ആണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതാം, n minus 1 p3 by n p4 is equal to 1 by 9. ഈ സ്റ്റെപ്പ് ഓക്കെ ആണല്ലോ. ഇനി അടുത്തേത് ഈ ഇതിന്റെ രണ്ടിനെയും ഫോർമുല അപ്ലൈ ചെയ്യാം. n minus 1 p3 എന്ന് പറഞ്ഞാൽ n minus 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n minus 1 minus 3 ഫാക്ടോറിയൽ അല്ലേ? ദിസ് തിങ് ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n minus 4 ഫാക്ടോറിയൽ is equal to 1 by 9. ഓക്കെ അല്ലേ? ഇനി എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഇത് രണ്ട് ഫ്രാക്ഷനെ കൊണ്ട് ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് റെസിപ്രോക്കൽ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യും. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതും, n minus 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇത് എത്രയാവും? n minus 4 ഫാക്ടോറിയൽ ഇൻറ്റു n minus 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 1 by 9. ഇതും കൂടെ ക്യാൻസൽ ആവും, കട്ട് ചെയ്ത് പോയി. പിന്നുള്ളത് n minus 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഇൻറ്റു n minus 1 ഫാക്ടോറിയൽ is equal to 1 by 9. ഇതും ക്യാൻസൽ ആവും. സോ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ n is equal to 9 എന്ന് കിട്ടും. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ അല്ലേ? ഇത് ചെയ്യാനായിട്ട് ഫോർമുല അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഓക്കെ, സെയിം ക്വസ്റ്റ്യനിലെ ഇംപ്രൂവ്മെന്റ് 2023 അടുത്ത ക്വസ്റ്റ്യൻ. A bag contains 6 red balls plus 8 green balls. ഇതിൽ നിന്ന് നമ്മൾ determine the number of ways in which 4 red and 5 green balls are selected. വേറൊരു ബാഗിൽ 4 red plus 5 green, അതിന്റെ നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ആണ് നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത്. കോമ്പിനേഷൻ മീൻസ് ഒരു ബാഗിൽ നിന്ന് റെഡ് ഗ്രീനും ആയിട്ടുള്ള ബോൾസ് കളക്ട് ചെയ്യുന്നത്, പിന്നെ ടീം ഫോം ചെയ്യുന്നത്. ഇതിനൊന്നും പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ല, ഏതെങ്കിലും നമ്മൾ എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കോമ്പിനേഷൻ ആണ് ഉപയോഗിക്കുക, പെർമ്യൂട്ടേഷൻ അല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ബാഗിൽ 6 റെഡും 8 ഗ്രീനും ഉണ്ട്. അതിൽ നിന്ന് 4 റെഡും 5 ഗ്രീനും സെലക്ട് ചെയ്യുന്ന കോമ്പിനേഷൻ കണ്ടുപിടിക്കുക. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, ടെക്നിക്ക് മാത്രമേ ഉള്ളൂ ഫോർമുല അപ്ലൈ ചെയ്യുക. ഇവിടെ 6ൽ നിന്ന് 4 റെഡ്, 6 റെഡ് ഉണ്ട്, അതിൽ നിന്ന് 4 റെഡ് എടുക്കുക. അപ്പം 6C4 ഇൻറ്റു ഇതിൽ നിന്ന് 8 ഗ്രീൻ ഉണ്ട്, അതിൽ നിന്ന് 5 ഗ്രീൻ എടുക്കുക. ദാറ്റ് ഇസ് 8C5. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് NCA is equal to NCN minus A ആയിരിക്കും അല്ലേ? ഇവിടെ ഇപ്പൊ 6C4, അതുകൊണ്ട് 6C4 is equal to 6C2 ആയിരിക്കുമല്ലോ. ഓക്കെ, ഇതിന് പകരം നമുക്ക് 6C2 എഴുതാം. ഇൻറ്റു 8C5 പകരം 8C3 എഴുതാം. അപ്പം 6C2 എന്ന് പറഞ്ഞാൽ 6ൽ നിന്ന് 2 ഡിജിറ്റ് താഴോട്ട് 1 into 2. ഇങ്ങനെയാണല്ലോ എളുപ്പത്തിൽ നമ്മൾ ചെയ്യുന്നത് അല്ലേ? ഇൻറ്റു 8ൽ നിന്ന് 3 ഡിജിറ്റ് അങ്ങോട്ട് 7 into 6 ഡിവൈഡഡ് ബൈ 1 into 2 into 3. ഓക്കെ, ഇനി ഇത് തമ്മിൽ കട്ട് ചെയ്താൽ 2, ഇതും കൂടെ കട്ട് ചെയ്താൽ 3 ആവും. 15 into ഇത് തമ്മിൽ 6 ഇവിടെ പോകും, 56 അല്ലേ? ഇനി ഇത് വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് മാർച്ച് 23 ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് വേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഹൗ മെനി ഓഫ് ദം ബിഗിൻ വിത്ത് n. അപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പെർമ്യൂട്ടേഷൻ
ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പെർമിറ്റേഷൻ പറയുമ്പോൾ നമ്മളിങ്ങനെ ലോജിക്കലി ചെയ്യുകയാണെങ്കിൽ ഇത് എത്ര ഡിജിറ്റ് ഉണ്ട്? 2, 4, 6, 8, 9 ഡിജിറ്റ് ഉണ്ട്. അപ്പം 9 കോളം. 1, 2, 3, 4, 5, 6, 7, 8, 9. ഓക്കെ, 9 കോളം. ഈ 9 കോളത്തിൽ ഓരോ കോളത്തിൽ ഓരോ ഡിജിറ്റ്. അപ്പം ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ ഫസ്റ്റ് ലെറ്ററിനാണ് കൊടുക്കുക, ഫസ്റ്റ് ആൽഫബറ്റ്സ് അവിടെയാണ് കൊടുക്കുക. അപ്പം നമ്മളിവിടെ ഈ 9ൽ ഏതെങ്കിലും വരാം. സോ ഇറ്റ് ഇസ് 9. എന്നിട്ട് റെപ്പിറ്റേഷന്റെ കാര്യം ഒന്നും പറയാത്തത് കൊണ്ട് നമ്മൾ റെപ്പിറ്റേഷനെ കുറിച്ച് ചിന്തിക്കണില്ല. അപ്പം ഇവിടെ 9 വരും, 9 ലെറ്റേഴ്സും വരും. അത് കഴിഞ്ഞാൽ ഇവിടെ വരാൻ ഒരെണ്ണം ഇവിടെ ഫിക്സ് ആയി കഴിഞ്ഞാൽ ബാക്കി 8 ഉള്ളൂ. അപ്പൊ ഇവിടെ വരാൻ 8 ഉള്ളൂ. അങ്ങനെ ലാസ്റ്റ് ഈ കോളത്തിൽ വരാൻ 1 കാണും. അങ്ങനെ ഇപ്പൊ നമുക്കറിയാം 9 into 8 into 7 into അങ്ങനെ പോകുന്നത് ഇറ്റ് ഈസ് 9 ഫാക്ടോറിയൽ. ഇനി ഒന്നുകൂടെ ഉണ്ട്, ഇതിന് റിപ്പീറ്റ് ആയിട്ട് ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 2, അപ്പൊ 2 ഫാക്ടോറിയൽ ഇൻറ്റു ടി 1, 2, 3 അപ്പൊ 3 ഫാക്ടോറിയൽ. ഇതിന്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇതാ ഇങ്ങനെയാണ് 9 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ 9 into 8 into 7 into 6 into 5 into 4 into ഇവിടെ ഒരു 3 ഫാക്ടോറിയൽ ഉണ്ട്. അപ്പൊ നമുക്ക് 3 ഫാക്ടോറിയൽ നിർത്താം. ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ into 3 ഫാക്ടോറിയൽ. ഇതും കട്ടായി പോകും. ഇവിടുന്ന് ഇതുകൊണ്ട് എന്ത് ചെയ്ത് 2 ആവും. പിന്നെ എളുപ്പ വഴി 5ഉം 2 കൂടെ എന്ത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 10 കിട്ടും. അങ്ങനെ ഇതെല്ലാം കൂടി കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്താൽ എളുപ്പമാണ്. 9 ഫാക്ടോറിയൽ കണ്ടുപിടിക്കുക, അതിനെ 2 ഫാക്ടോറിയൽ ഡിവൈഡ് ചെയ്യുക, again 3 ഫാക്ടോറിയൽ ഡിവൈഡ് ചെയ്യുക. അപ്പൊ ആൻസർ 30240. ഓക്കെ, കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ഈ പറയുന്നത് ഹൗ മെനി ഓഫ് ദം സ്റ്റാർട്ട്സ് വിത്ത് n കൊണ്ട് തുടങ്ങുന്ന എത്ര എണ്ണം ഉണ്ടെന്നല്ലേ. അപ്പം ഈ ഫസ്റ്റ് ലെറ്റർ n ആയിരിക്കും. ബാക്കിയുള്ളതല്ലേ ഇവിടെ പെർമ്യൂട്ടേഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇത് തുടങ്ങി അങ്ങോട്ട് 8, 7 ഇങ്ങനെ പോകും. അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ n സ്റ്റാർട്ട്സ് വിത്ത് n, വേർഡ്സ് സ്റ്റാർട്ട്സ് വിത്ത് n കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന 8 ഫാക്ടോറിയൽ ആയിരിക്കും. ഡിവൈഡഡ് ബൈ ഈ റിപ്പീറ്റ് ചെയ്യുന്ന അങ്ങനെ തന്നെ എഴുതാം. n റിപ്പീറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്ന ബാക്കിയുള്ള എഴുതുമ്പോഴത്തേക്കും 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ 3360. ഓക്കെ, നേരത്തെ കിട്ടിയ ആൻസറിന് ഒരു 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്കിവിടെ ആൻസർ ആവും. ഓക്കെ, മാർച്ച് 2023 അടുത്ത ക്വസ്റ്റ്യൻ. 4 cards are drawn from 52 playing cards. 4 cards are drawn from 52 cards. What's the permutation? അതായത് ഇത് എത്ര വേയിൽ നമുക്കിത് 4 cards 52 പ്ലേയിങ് കാർഡ്സ് എന്ന് ഡ്രോൺ ചെയ്യാൻ പറ്റുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇതിനകത്ത് നമ്മൾ പറഞ്ഞു ഒരു പ്രത്യേക ഓർഡറിൽ, അപ്പൊ ലെറ്റേഴ്സും ആൽഫബറ്റ്സും ഒക്കെ ആണെങ്കിൽ ഒരു പ്രത്യേക അറേഞ്ച്മെന്റിലായിരിക്കും നമ്മൾ എടുക്കുക. ഒന്ന് എടുക്കാൻ മറ്റേത് എടുക്കാൻ പറ്റില്ല എന്നുള്ള കണ്ടീഷനിൽ ഇവിടെ നമുക്ക് ഏതെങ്കിലും എടുക്കാം. അതുകൊണ്ട് പ്ലേയിങ് കാർഡ്സിൻ്റെത്, പിന്നെ ബോൾസ് സെലക്ഷൻ്റെത്, പിന്നെ ടീം സെലക്ഷൻ്റെത്, ഇതിനെല്ലാം നിങ്ങൾ കോമ്പിനേഷൻ ഉപയോഗിക്കണം. ഓക്കെ, അപ്പം പിന്നെ ലെറ്റർ കൊണ്ട് വേർഡ്സ് മേക്ക് ചെയ്യുന്നത്, ഡിജിറ്റ്സ് കൊണ്ട് നമ്പേഴ്സ് മേക്ക് ചെയ്യുന്നതൊക്കെ പെർമ്യൂട്ടേഷൻ യൂസ് ചെയ്യണം. ക്ലിയർ? അപ്പൊ ഇവിടെ നമ്മൾ 4 കാർഡ്സും 52 കാർഡ്സും ആകുമ്പോഴത്തേക്ക് സിമ്പിൾ ആണ്. 52C4 കണ്ടുപിടിച്ചാൽ മതി. 52C4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 52 into 51 into 50 into 49 ഡിവൈഡഡ് ബൈ 1 into 2 into 3 into 4. ആൻസർ എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്തത്? 4 കാർഡ്സിൽ 2 റെഡും 2 റെഡ് ആൻഡ് 2 ബ്ലാക്ക് വരാനുള്ള പോസിബിലിറ്റി. How many ways these 4 cards containing 2 red and 2 black, 2 red 2 black വരാനുള്ള പോസിബിലിറ്റിയിലല്ല പെർമ്യൂട്ടേഷൻ. അപ്പൊ നമ്മൾ 4 കാർഡ്സ് ഡ്രോൺ ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് 2 റെഡും 2 ബ്ലാക്ക് വരുന്നത്. അപ്പൊ നമുക്കറിയാം 52 കാർഡ്സിൽ 26 ബ്ലാക്കും 26 റെഡും ആണ് അല്ലേ. അപ്പൊ 2 ഇതിൽ നിന്നും എടുത്താൽ പോരെ. അപ്പം ഇതിന്റെ കോമ്പിനേഷൻ 26C2, ഇവിടെയും 26C2. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 26C2 the whole square. അറിയാലോ 26 എന്ന് പറഞ്ഞാൽ 26 into 25 ഡിവൈഡഡ് ബൈ 1 into 2.
ഹോൾ സ്ക്വയർ. ഇതും കൂടെ വെട്ടുമ്പോഴത്തേക്ക് നമുക്ക് 13 കിട്ടും. അപ്പോൾ 13 സ്ക്വയർ ഇൻറ്റു 25 സ്ക്വയർ 10, 5, 6, 2, 5. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. If NC9 is equal to NC8. See, NC9 is equal to NC8. നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ഫൈൻഡ് NC17. നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുല എങ്ങനെയാണ്? NCA is equal to NCB ആയാൽ A plus B is equal to N ആയിരിക്കും. അപ്പോൾ ഇവിടെ NC9 NC8 ഈക്വൽ ആണ്. സോ 9 plus 8 is equal to 17, that is N. അപ്പോൾ ഇവിടെ നമുക്ക് NC17 ആണ് കണ്ടുപിടിക്കേണ്ടത്. NC17 is 17C17, that is equal to 1. അടുത്ത ക്വസ്റ്റ്യൻ പെർമ്യൂട്ടേഷനിൽ ഫൈൻഡ് ദ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസ് എന്ന വേർഡിന്റെ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ആണ് ടേക്കൺ ഓൾ അറ്റ് എ ടൈം വിച്ച് സ്റ്റാർട്ട്സ് വിത്ത് പി. പി കൊണ്ടായിരിക്കണം തുടങ്ങുന്നത്, എല്ലാം ഒരു പ്രാവശ്യം എടുക്കുള്ളൂ. അപ്പൊ ആദ്യം ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസിന് പറഞ്ഞിട്ടുള്ള ഒറ്റ കണ്ടീഷനുള്ളൂ, പി സ്റ്റാർട്ട്സ് വിത്ത് പി, നോ റെപ്പിറ്റേഷൻ. അപ്പൊ നമ്മളിവിടെ പെർമ്യൂട്ടേഷൻ ആണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം എത്ര ഡിജിറ്റ് ഉണ്ട്? 2, 4, 6, 8, 10, 12 ലെറ്റേഴ്സിന്റെ വേർഡാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു 12 ലെറ്റേഴ്സ് ആണെങ്കിൽ 12 കോളംസിൽ 12 ഫാക്ടോറിയൽ, 12 ഫാക്ടോറിയലാണ് നമ്പർ ഓഫ് ഇത്. പക്ഷെ ഇവിടെ ഒരു പെക്യുലാരിറ്റി എന്നാണ്, ഇറ്റ് ഈസ് ഓൺലി സ്റ്റാർട്ട്സ് വിത്ത് പി. പി കൊണ്ട് തുടങ്ങണം മതി. അപ്പോൾ ഒരു ഡിജിറ്റ് ഫസ്റ്റ് വരും, ബാക്കിയുള്ള പെർമ്യൂട്ടേഷനെ നമുക്ക് ഇവിടെ അനുവദിക്കുന്നുള്ളൂ. സോ ഇറ്റ് ഈസ് 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, ഇനി എന്തൊക്കെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച്. ഐ ഒരു പ്രാവശ്യം, N 1, 2, 3 3 ഫാക്ടോറിയൽ ഇൻറ്റു ഡി 1, 2 2 ഫാക്ടോറിയൽ ഇൻറ്റു ഇ 1, 2, 3, 4 4 ഫാക്ടോറിയൽ. പി ഒരു പ്രാവശ്യമുള്ളൂ, നമ്മൾ എടുത്തു കഴിഞ്ഞു. N D കഴിഞ്ഞു, ഇ കഴിഞ്ഞു, N C ഒരു പ്രാവശ്യം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്? 166 120. അപ്പോൾ ഇനി നമുക്ക് ജൂൺ 2022 ക്വസ്റ്റ്യൻ. ജൂൺ 2022 ഇംപ്രൂവ്മെന്റിന് ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ചെറിയ ചേഞ്ച്. NC9 is equal to NC8 5TN. N എത്രയാണ്? 9 plus 8, that is equal to 17. ആൻസർ ആയില്ലേ? ഓക്കെ, അടുത്ത you have to give the formula for NBR. NBR is equal to dash. It is അറിയാം എല്ലാവർക്കും, n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ. 2 മാർക്ക്. ഇനിയുള്ള 2-3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ പെർമ്യൂട്ടേഷൻ ഓഫ് ദ വേർഡ് മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സ് എന്ന വേർഡിന്റെ പെർമ്യൂട്ടേഷൻ. മാത്തമാറ്റിക്സിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് ഫസ്റ്റ് ഉണ്ട്? 2, 4, 6, 8, 10, 11 അല്ലേ? ദാറ്റ് ഈസ് ഇക്വൽ ടു 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ റിപ്പീറ്റിംഗ് 1, 2 2 ഫാക്ടോറിയൽ ഇൻറ്റു 1, 2 2 ഫാക്ടോറിയൽ ഇൻറ്റു അടുത്തത് ടി 2. ആൻസർ കാൽക്കുലേറ്ററിൽ കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പെർമ്യൂട്ടേഷൻ. അപ്പോൾ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷന് റിപ്പീറ്റ് ആയിട്ട് ഒരു മോഡ് ഓഫ് ക്വസ്റ്റ്യനേ വരണുള്ളൂ. ഒന്ന് ലെറ്റേഴ്സിൻ്റെ എന്തെങ്കിലും ഒരു വേർഡ് തന്നിട്ട് അതിൻ്റെ ലെറ്റേഴ്സിൻ്റെ പെർമ്യൂട്ടേഷൻ ചോദിക്കും, അല്ലെങ്കിൽ ഡിജിറ്റ്സ് തന്നിട്ട് അതിൻ്റെ പെർമ്യൂട്ടേഷൻ ചോദിക്കും. കോമ്പിനേഷൻ ആണെങ്കിൽ ആർട്സ് നിന്ന് എടുക്കുന്നത്, വേർഡ്സ് കളക്ട് ചെയ്യുന്നത്, പിന്നെ ടീം മേക്കിംഗ്. ഇത്ര 3 ക്വസ്റ്റ്യൻസ് ഇത്രയും ചോദിക്കുള്ളൂ. പിന്നെ നിങ്ങൾ അറിയിക്കേണ്ടത് ഫോർമുല ഏതൊക്കെയാണ്? NBR, NCR, പിന്നെ NA is equal to NCA is equal to NCB, അങ്ങനെയാണെങ്കിൽ എന്നോ വേറെ ഏതെങ്കിലും നമ്പറോ, അങ്ങനെ ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഹൗ മെനി 3 digits can be found? Using
1, 2, 3, 4, 5. Assuming the repetition of digits, repetition is allowed. ത്രീ ഡിജിറ്റ്സ് നമ്പേഴ്സ്. അപ്പം നമ്പേഴ്സിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്കറിയാം പെർമ്യൂട്ടേഷനാണ്. ഇനി എന്താ പറയുന്നത്? റെപ്പറ്റീഷൻ ഈസ് അലൗഡ്. റെപ്പറ്റീഷൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ 3 ഡിജിറ്റ് നമ്പറാണ് വേണ്ടുന്നത്. അപ്പോൾ നമ്മളൊരു 3 ഡിജിറ്റ് നമ്പർ 5-ൽ നിന്ന് സെലക്ട് ചെയ്യാം. നമുക്ക് 3 ഡിജിറ്റ്, അപ്പോൾ 3 ഡിജിറ്റ്. അപ്പോൾ ഇവിടെ എത്ര എണ്ണം എടുക്കാം? നമുക്ക് ഈ 5-ൽ ഏതെങ്കിലും എടുത്തൂടെ? അപ്പം 5. ഇവിടെ എത്ര എടുക്കാം? അവിടെയും ഈ 5-ൽ ഏതെങ്കിലും എടുക്കാം എന്ന് വെച്ചാൽ റെപ്പറ്റീഷൻ അലൗഡ് ആണ്. സോ 5. ഇവിടെയോ സെയിം. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര വരും? ദിസ് 5^3. 5 × 5 × 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 5^3. എത്രയാ? 125. ക്ലിയർ ആയില്ലേ? റെപ്പറ്റീഷൻ അലൗഡ് എന്ന് പറഞ്ഞാൽ എല്ലാ കോളത്തിലും എത്രയാണോ നമ്പേഴ്സ് അത്രയും വരും. ഇനി ചെയ്യാലോ. അടുത്ത ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ. എ ബാഗ് കണ്ടെയ്ൻസ് 5 black and 6 red balls. എ ബാഗ് കണ്ടെയ്ൻസ് 5 black, 6 red. And determine the number of ways in which 2 black and 3 red. 2 black plus 3 red can be selected. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ 5 black 6 red നിന്ന് 2 black 3 red സെലക്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ബോൾസ് സെലക്ട് ചെയ്യുന്നതിന് നമ്മൾ കോമ്പിനേഷൻ മെത്തേഡിലാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ 5 black നിന്ന് 2 black. അപ്പോൾ 5C2 ഇൻറ്റു 6 red നിന്ന് 3 red. ഇത് 6C3. എങ്ങനെ വരും? 5 × 4 ഡിവൈഡഡ് ബൈ 1 × 2 ഇൻറ്റു 6 × 5 × 4 ഡിവൈഡഡ് ബൈ 1 × 2 × 3. അപ്പോൾ നമുക്ക് 10 × 20 200 ways. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യന്, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. ഇഫ് 1/8 factorial plus 1/9 factorial is equal to x/10 factorial. Find the x. 1/8 factorial is equal to plus 1/9 factorial is equal to x/10 factorial. ഡിനോമിനേറ്റർ എല്ലാം സെയിം ആക്കുന്ന മെത്തേഡിൽ നമുക്ക് ചെയ്തു പോകാം. അപ്പോൾ ഇതിനെ 10 ഫാക്ടോറിയൽ ആക്കുന്ന മുകളിൽ 10 × 9/10 ഫാക്ടോറിയൽ അല്ലേ? പ്ലസ് ഇത് 10 ഡിവൈഡഡ് ബൈ 10 ഫാക്ടോറിയൽ ഈക്വൽ ടു x/10 ഫാക്ടോറിയൽ. അപ്പം എങ്ങനെ വരും? 10 × 9 + 10 ഈസ് ഈക്വൽ ടു x. അപ്പോൾ 10 × 9 + 1 ഈക്വൽ ടു x. 10 × 10 is equal to x. That is x is equal to 100. ഇനി സിമിലർ ക്വസ്റ്റ്യൻ വന്നാൽ ഇവിടെ എന്താണോ അതിൻ്റെ സ്ക്വയർ ആയിരിക്കും ആൻസർ. ഓക്കെ. സിമിലർ ക്വസ്റ്റ്യൻ എന്ത് തന്നെ ഡിജിറ്റ് ആയിക്കോട്ടെ, ഈ ഓർഡറിലാണ് വരുന്നത് എങ്കിൽ എക്സിൻ്റെ ഡിനോമിനേറ്റർ എന്താണോ അതിൻ്റെ സ്ക്വയർ ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ. ഇതൊരു ക്ലൂ ആണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സി ഇഫ് NC8 is equal to NC2, n is equal to dash. എത്രയാ? 8 + 2 is equal to 10. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള സിമിലർ അല്ല. ഓക്കെ. പിന്നെ ഹൗ മെനി കോർഡ്സ് ക്യാൻ ബി ഡ്രോൺ ത്രൂ 21 points ഓഫ് എ സർക്കിൾ? കോർഡ്സ് ക്യാൻ ബി ഡ്രോൺ 21 points ഓഫ് എ സർക്കിൾ. ഈ പോർഷൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു മക്കളടുത്ത് കോഡ്സിൻ്റെ നമ്പർ എത്ര കോഡ്സ് വരയ്ക്കാൻ പറ്റും എന്നുള്ളത് ഒരു പെർമനൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. മീൻസ് ഒരു ആൻസർ ഇങ്ങനെയാണ്. NC2, അതായത് 2 പോയിന്റ് ഉണ്ടെങ്കിൽ ഒരു കോഡ് വരയ്ക്കാൻ പറ്റും. എത്ര പോയിന്റ് ഉണ്ട് അതിൻ്റെ C2 ആണ്. അപ്പോൾ ഇവിടെ 21 points ആകുമ്പോൾ 21 C2 ദാറ്റ് ഈസ് ഈക്വൽ ടു 21 × 20 ഡിവൈഡഡ് ബൈ 1 × 2 ഇറ്റ് ഈസ് 210. ഓക്കെ. അലഹബാദ് എന്ന വേർഡിൻ്റെ പെർമ്യൂട്ടേഷൻ. ഫൈൻഡ് ദ പെർമ്യൂട്ടേഷൻ ഓഫ് വേർഡ് അലഹബാദ്. അലഹബാദിൽ നിന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഒരു സ്പെസിഫിക്കേഷൻ ഒന്നുമില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുക? എത്ര ലെറ്റേഴ്സ് ഉണ്ടോ? 2, 4, 6, 8, 9 ലെറ്റേഴ്സ്. അപ്പം 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എന്താ ചെയ്യുക?
റിപ്പീറ്റ് ചെയ്യുന്നത് 1 2 3 4 4 ഫാക്ടോറിയൽ ഇൻറ്റു പിന്നെന്താ L 2 ഉണ്ട് 2 ഫാക്ടോറിയൽ ഇൻറ്റു ഇനി എന്തെങ്കിലും ഉണ്ടോ എയും H ഒന്നേ ഉള്ളൂ B ഒന്നേ ഉള്ളൂ D ഒന്നേ ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ ആൻസർ കാൽക്കുലേറ്റർ നമ്മൾ 9 × 8 × 7 × 6 × 5 ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിൽ നിന്ന് എക്സാമിനേഷനുള്ള ഹെൽപ്പാണ് ഞാൻ പറയുന്നത്. എക്സാമിനേഷനുള്ള ഹെൽപ്പ് ഇത് തന്നെയാണ്. ഇത്രയും ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ഫോർമുലാസ് ബൈ ഹാർട്ടായിരിക്കണം, കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം, പിന്നെ ലെറ്റേഴ്സ് ഡിജിറ്റ്സ് എല്ലാം പെർമ്യൂട്ടേഷൻ്റെ അണ്ടറിൽ വരും, ആ ഫോർമുല അറിഞ്ഞിരിക്കണം. പിന്നെ മ്യൂട്ടേഷൻ മീൻസ് കോമ്പിനേഷൻ്റെ വരുന്നത് ടീ മേക്കിംഗ്, പിന്നെ ബോൾസ്ട്രോൺ, കാർഡ് സെലക്ഷൻ, ഇത്രയും കോമ്പിനേഷൻ. ഇത് ഇത്ര അറിയാമെങ്കിൽ മക്കൾക്ക് കണ്ടുപിടിക്കാം. പിന്നെ 1-2 പ്രൂഫിൻ്റെ ക്വസ്റ്റ്യൻ, അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വർക്കൗട്ട് ചെയ്തിട്ടുള്ള എക്സസൈസ്. ഇത്രയും പ്രിപ്പയർ ചെയ്തിട്ട് പരീക്ഷയ്ക്ക് പോയാൽ പെർമ്യൂട്ടേഷനിൽ നിന്ന് 6 മാർക്ക് നിങ്ങൾക്ക് ഷുവർ ആണ് കേട്ടോ. ഓക്കെ, നമുക്കിനി അടുത്ത ലെസണിൽ കാണാം. ഓക്കെ.